എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കുറച്ച് മാമ്പഴം കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് മാമ്പഴ പുളിശ്ശേരി വയ്ക്കാം. നമുക്ക് പഴമായിട്ട് കൊടുക്കട്ടാ. കാശ്മീർ മുളക് പൊടിയാണ്. നമുക്കൊരു 3/4 ടീസ്പൂൺ കാശ്മീർ മുളക് ഇട്ട് കൊടുക്കട്ടാ. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടാ. 1 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. രണ്ട് പേരത്തിൽ വേപ്പില ഇട്ട് കൊടുത്തേക്കാം. പച്ചമുളക് എരിവുള്ളതാണ്, ചെറിയ മുളകാണ്. 2-3-4 ഉണ്ട്. ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഗ്യാസ് ഓണാക്കട്ടാ. നമുക്ക് കുറച്ച് നേരം വേവിക്കാം. നമുക്ക് അടച്ചു വയ്ക്കാം. ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇളക്കി വെച്ചാൽ നമുക്ക് വേവിക്കാം. പഴമാകം വേവണ സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല തൈലം പോലെ ആക്കി എടുക്കണം. ഒരു 2-3 പേര് ജീരകം കൊണ്ട് കുറച്ച് അത് ഇട്ടേക്കാം. അതുകൂടി അടിച്ചെടുക്കാം. നമുക്ക് തിളച്ചോന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇളക്കിയിട്ടേക്കാം. നമുക്ക് ഒരിക്കലും വേവട്ടെ. മൂടി വയ്ക്കാം. ചുരു നേരം തിളക്കട്ടെ. നമുക്ക് തുറന്നു നോക്കാം. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. നമുക്ക് തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ്. കറി ഒരു ഇതായിട്ടുണ്ട്. നമുക്ക് തീ കുറച്ചിട്ടേക്കാം. തീ വളരെ കുറച്ചിട്ടേക്കാം തിളപ്പിക്കാണ്ട്. നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പിച്ച് കുറവുണ്ട്. ഒരു പൊടിക്ക് ഉപ്പിട്ടേക്കാം. നമുക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ. കടുക് കളിക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ള ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഉലുവയും പൊട്ടിയിട്ട് നമുക്ക് കൊല്ലമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ. നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.